നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം അതിന്റെ 22-ാം വാക്യമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: വ്യാജമുള്ള അധരങ്ങളോ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നതോ അവന് പ്രസാദം. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, ദൈവത്തിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായ പല നിരവധി കാര്യങ്ങളുണ്ടല്ലേ. അതിൽ ഏറ്റവും ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് കള്ളം പറയുന്നത്, അഥവാ വഞ്ചന, ചതി. ഇതെല്ലാം ദൈവത്തിന് വളരെ വെറുപ്പുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ആരെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് അഭിനയിക്കുകയാണ്, അതായത് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നമ്മളെ വെറുത്തുകൊണ്ട് ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് എന്നുള്ള സത്യം നാം എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആ ഒരു വേദന എത്ര തീവ്രത ഉള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും അല്ലേ. ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് ഓൾറെഡി അറിയാം നമ്മൾ കള്ളത്തരമാണ് പറയുന്നതെന്ന്. പക്ഷേ ആ ഒരു സമയത്ത് ദൈവം നമ്മെ അത്യധികമായി വെറുക്കുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല കേട്ടോ. അത് തന്നെയാണ് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എത്ര തീവ്രമായിട്ടാണ് ദൈവത്തിൻ്റെ ആ വെറുപ്പ് പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ അതിനുപാടി നമുക്ക് കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെയുണ്ട് ഷൈനി? ഓക്കെ, മോൻ എത്ര വയസ്സായി? എന്ത് ചെയ്യുന്നു? ഓക്കെ. മോൻ എങ്ങനെയാ, പഠിക്കാനൊക്കെ മിടുക്കനാണോ? മിടുക്കനാണ്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, ഇഷ്ടമാണ് അല്ലേ? ഓക്കെ ഷൈനി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ഷൈനിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നത് എങ്ങനെയാണ്? ശരി ഉത്തരമാണ് ഷൈനി, ഉള്ളം കൊണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഷൈനി പാട്ട് പാടാറുണ്ടോ? ഓക്കെ, പിന്നെ ഷൈനിയുടെ ഇഷ്ടത്തിന് ഒരു വാക്യം പറഞ്ഞോളൂ. ദൈവം നമ്മുടെ പുണ്യവും ബലവുമാകുന്നു. ഓക്കെ, നല്ലൊരു വചനമാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്: എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എവിടെ ഉള്ളതായിട്ടാണ് ഞാൻ കാണുന്നത്? ക്ലിയർ ആണോ? ഓക്കെ, ശരി ഉത്തരമാണ് കേട്ടോ, എൻ്റെ അവയവങ്ങളിൽ. ഓക്കെ ഷൈനി, അപ്പോൾ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഏത് പുസ്തക കൂടുതൽ ഇഷ്ടം? പുതിയ നിയമങ്ങൾ ഇഷ്ടമാണോ? പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടമാണോ? എബ്രായർ ഇഷ്ടമാണ്. ഓക്കെ, സുവിശേഷ വേദഭാഗങ്ങളൊക്കെ ഇഷ്ടമല്ലേ? അതിലെ യേശു ഒത്തിരി ഉപമകൾ പറഞ്ഞിട്ടുണ്ടല്ലേ? ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിലേതേലും അറിയാവുന്ന ഒരു ഉപമ പറയാൻ പറ്റുമോ? ഏതേലും ഒരു യേശു ഒരുപാട് ഉപമകൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ മുടിയനായ പുത്രനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വിത്തുകളുടെ ഉപമ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉപമകൾ. അതിലേതേലും ഒന്ന് ചുരുക്കി പറയാവോ? ഓക്കെ ഷൈനി, അപ്പോൾ അത് അതെ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സംസാരിക്കാനെ പറ്റി. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഷൈനിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? പൗലോസ്. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണ്. മോശയൊന്നും അല്ല, പത്രോസ് ഒന്നും അല്ല, പൗലോസാണ്. പൗലോസാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. ആണ് എങ്കിൽ ശരി ഉത്തരമാണ് കേട്ടോ, പൗലോസ്. അതെ, പൗലോസ് ആണ് ശരി ഉത്തരമാണ് കേട്ടോ. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഒരു ഉപമ ഓർക്കാനുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നു, കിട്ടിയായിരുന്നു ഏതേലും? ഓക്കെ, പറഞ്ഞോളൂ ഷൈനി. യേശു മാനസാന്തരപ്പെടുന്ന ഒരു പാതയെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയാണ്. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് കളഞ്ഞു പോയാൽ അവര് വീടൊക്കെ വിളക്കൊക്കെ കത്തിച്ച് വീടൊക്കെ അടച്ചു വാരി അത് കണ്ടുകിട്ടുന്നവരെ അന്വേഷിക്കുന്നില്ലയോ എന്ന് യേശു പറഞ്ഞു. അതുപോലെയാണ് മാനസാന്തരപ്പെടുന്ന ഒരു പാതയെ ചൊല്ലി സ്വർഗത്തിലധികം ദൈവദൂതന്മാരുടെ മധ്യധികം സന്തോഷം ഉണ്ടാകും. അതെ അതെ, നമുക്ക് 1 രൂപ നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ടെൻഷനാണല്ലേ, അതെവിടെ പോയി, അത് കിട്ടുന്നത് വരെ നമുക്ക് ഇങ്ങനെ ടെൻഷനായിരിക്കും. അതുപോലെ തന്നെയാണ് ദൈവത്തിന് ദൈവമക്കളുടെ കാര്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയും. അവരെ തിരിച്ച് നേടുന്നത് വരെ ദൈവത്തിനൊരു സമാധാനം ഉണ്ടാവത്തില്ല, ഒരു റെസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ എത്ര പ്രയാസപ്പെട്ടും അവരെ വീണ്ടുകൊള്ളാൻ ദൈവം തയ്യാറായി ഒരുക്കത്തോടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ആ ഉപമയുടെ ഒരു അർത്ഥം അല്ലേ, ഉള്ളടക്കം. ഓക്കെ, നല്ലൊരു ഉപമയായിരുന്നു. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഷൈനിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്. പൗലോസ് ബുദ്ധി കൊണ്ട് ഏത് പ്രമാണത്തെ സേവിക്കുന്നു? ശരി ഉത്തരാണ്, ദൈവത്തിന്റെ പ്രമാണത്തെ. ബുദ്ധിയുള്ളവരെല്ലാവരും ആലോചിക്കുന്ന അല്ലെങ്കിൽ പ്രമാണിക്കുന്നത് ദൈവത്തിന്റെ പ്രമാണം തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പം 4 ചോദ്യത്തിനും ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി നമ്മളെ വിളിക്കുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെ പ്രോഗ്രാം കാണണേ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ഷൈനിയാണ്. ഷൈനി ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്ന ഒരു അധ്യാപകൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും കുട്ടികളെ അന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ 5 കുട്ടികൾക്ക് ഈ അധ്യാപകൻ ഒരു ടാസ്ക് നൽകുകയാണ്. അതായത് വേറൊന്നുമല്ല, ഈ കുട്ടികളിൽ ഏറ്റവും സത്യസന്ധൻ ആരാണ് എന്നൊന്ന് പരീക്ഷിക്കണമെന്ന് ഈ സാറിന് തോന്നുകയാണേ. അങ്ങനെ ഈ സാറ് ഈ 5 കുട്ടികൾക്കും തൻ്റെ കയ്യിലുണ്ടായിരുന്ന സൺഫ്ലവർ സീഡ് കൊടുക്കുകയാണ്. അറിയാമല്ലോ, അത് നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കാനാണെന്ന് അറിയാമല്ലോ. പക്ഷേ ഈ സൺഫ്ലവർ സീഡ് സാർ അവർക്ക് കൊടുത്തപ്പോൾ ഫസ്റ്റ് അവർ കഴിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ സാറ് പറഞ്ഞു, നോ, അത് കഴിക്കരുത്, അത് നിങ്ങൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ഞാൻ തന്ന സീഡാണ്. അത് നിങ്ങൾ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്ത് ഒരു 1 മന്ത് നിങ്ങൾ ടൈം എടുത്തോളൂ. എന്നിട്ട് ഈ സീഡ് വളർന്ന് വലിയൊരു ഒരു ഫ്ലവറിനെ തരുമ്പോൾ ആ ടൈമിൽ നിങ്ങൾ ആരാണോ നല്ല ആരോഗ്യമുള്ളൊരു പ്ലാന്റിനെയും ഫ്ലവറിനെയും എൻ്റെ മുന്നിൽ കൊണ്ട് തരുന്നത് അവർക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നതായിരിക്കും എന്ന് സാറ് പറയുകയാണ്. പിള്ളേർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായി കേട്ടോ. അവർ വലിയ സന്തോഷത്തോടു കൂടി സാറ് തന്ന ആ സീഡ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഒത്തിരി പേര് അതായത് ഒത്തിരി നേരം അവർ ചിന്തിച്ചിട്ട് തൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് എങ്ങനെയാണ് ഇതിന് വളമൊക്കെ ചെയ്യേണ്ടത് ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എല്ലാവരും അതിന് ഒരുപോലെ അവരൊരു നല്ല മനോഹരമായിട്ടുള്ള പോട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ നോക്കിയപ്പോൾ കുറച്ച് തളിർപ്പൊക്കെ വരുന്നുണ്ട് എന്നവർക്ക് തോന്നി. പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അത് ഇതിൻ്റെ തളിർപ്പൊന്നും ആയിരുന്നില്ല, അത് വേറെ എന്തൊക്കെയായിരുന്നു അവർക്ക് തോന്നിയതായിരുന്നു. പക്ഷേ 1 മാസമായിട്ടും
കൊടുക്കാനുള്ള സമയമായി. അപ്പം അതിൻ്റെ തലേന്ന് പോലും അതിനകത്തൊന്നും ഒരു ചെടിയോ ഒന്നിൻ്റെ ഒരു മുളയോ അല്ലെങ്കിൽ ഒരു ഇലയോ ഒന്നും തന്നെ വരാത്തത് കൊണ്ട് ഈ 5 കുട്ടികൾക്കും വലിയ സങ്കടമായി കേട്ടോ. അപ്പോൾ ഈ 4 കുട്ടികളും ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും സാറിൻ്റെ കയ്യിലുള്ള ആ പ്രൈസ്, ആ ഗിഫ്റ്റ് നമുക്ക് തട്ടിയെടുത്തേ പറ്റൂ. അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഓരോ വേറെ സൺഫ്ലവറിൻ്റെ ഒരു കടയിൽ പോയിട്ട് ആ പ്ലാന്റൊക്കെ വാങ്ങി നടുന്നുണ്ട്, ഫ്ലവറുള്ള പ്ലാന്റ് വാങ്ങുന്നുണ്ട്, നല്ല ആരോഗ്യമുള്ളതൊക്കെ നോക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ വെള്ളം ഒഴിച്ച് അതിനെ മനോഹരമായിട്ട് സംരക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ 5ാമത്തെ കുട്ടി, അവളുടെ കയ്യിൽ ഒന്നും തന്നെ ഒരു തളിർപ്പോ ഒന്നും വരാത്തത് കൊണ്ട് അവൾക്ക് ആകെപ്പാടെ വിഷമായി. അവൾ ഇനി ചെയ്ത എന്തെങ്കിലും കുറവ് കൊണ്ടാണോ, വളമിട്ടതിൻ്റെ കുറവാണോ, എന്താണ് പ്രശ്നം എന്ന് അവൾക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ത് തന്നെ ആയാലും അത് നേരെ ഫേസ് ചെയ്യാം എന്നുള്ളത് തന്നെ അവൾ തീരുമാനിക്കുന്നു. അവൾ വേറെ ഒരു ക്രൂക്കഡായിട്ടുള്ള വേയോ അവൾ ചൂസ് ചെയ്യുന്നില്ല കേട്ടോ. കുറുക്ക് വഴിയൊന്നും അവൾ നോക്കാണ്ട് അവൾ തനിക്കുള്ള ആ പോട്ടും കൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അന്ന് സാറിന് തൻ്റെ പ്ലാന്റ്സിൻ്റെ ഈ വളർച്ച കാണിക്കാനുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ ദിവസം ഈ 5 കുട്ടികളും ക്ലാസ്സിലെത്തിയാണ് അവരുടെ പോട്ടുമായിട്ട്. അപ്പോൾ ബാക്കി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനുപടി നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എവിടെന്നാ വിളിക്കുന്നത് ബ്ലസ്സി? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ബ്ലസ്സി? ഓക്കെ, മോക്ക് എത്ര വയസ്സായി? ഓക്കെ 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 ബ്ലസ്സി, അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഓക്കെ, ഇഷ്ടാണോ? ഓക്കെ ബ്ലസ്സി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ബ്ലസ്സിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപവികാരങ്ങൾ എന്ത് ഫലം കായ്ക്കത്തക്ക വണ്ണമാണ് നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നത്? മരണത്തിന്. ശരി ഉത്തരാണ് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നമ്മെ ബന്ധിച്ചിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നാം മോചിതരായിരിക്കുന്നതിനാൽ ഇനിയും എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്നുകൂടെ വായിക്കണോ? ക്ലിയർ ആണ്. ഓക്കെ, കേൾക്കുന്നില്ല കേട്ടോ, ഒന്നുകൂടെ പറയോ? ശരി ഉത്തരമാണ് ബ്ലസ്സി, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് ഒരു പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? പാട്ട് പാടില്ല. പ്രസംഗിക്കാൻ ഇഷ്ടാണോ? പ്രസംഗിക്കയില്ല, പിന്നെ എന്തിനാണ് താല്പര്യമുള്ളത്? എന്താ ഹോബീസ് ഒക്കെ? എന്താ എന്തോ? ഓക്കെ, അപ്പോ ഒഴിവ് സമയങ്ങളിലൊക്കെ എങ്ങനെയാണ്? പടം വരയ്ക്കാറുണ്ടോ? ഇല്ല, പടം വരയ്ക്കില്ല. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഓക്കെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പം ആർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ. രുചികരമായിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം ബ്ലസ്സിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, പിന്നെ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, പിന്നെ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? ശരി ഉത്തരാണേ, ആത്മാവിന്റെ പുതുക്കത്തിൽ. ഇനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. ഓക്കെ, അതിലോട്ട് പോവാമോ? പോകാം. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണേ. ഞാൻ പാപം എന്തെന്ന് അറിഞ്ഞത് ഏതിലൂടെയാണ്? ഞാൻ പാപം എന്തെന്നറിഞ്ഞത് ഏതിലൂടെയാണ്? ശരി ഉത്തരാണേ, ന്യായപ്രമാണത്തിലൂടെ.
അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷാണോ? സന്തോഷം. ഓക്കെ, അപ്പോൾ ബ്ലസ് ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ. ഓക്കെ ബ്ലസ്സി, താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് ബ്ലസ്സി ആണ്. വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. അപ്പോൾ ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. നമ്മുടെ 5 കുട്ടികളും അവരുടെ കിട്ടിയ പോട്ടുമായിട്ട്, ആ സീഡിട്ട പോട്ടുമായിട്ട് സാറിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലേ. അപ്പോൾ സൺഫ്ലവർ ഉണ്ടായോ എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടെ സാറ് ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. നോക്കിയപ്പോഴുണ്ട് 4 കുട്ടികൾക്കും എന്താണ്, നല്ല പ്ലാന്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ നല്ലൊരു ഫ്ലവർ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ തന്നെയാണ്. അപ്പം സാറിന് വളരെ സന്തോഷം തോന്നി. ഓക്കെ, അപ്പോൾ ഇവരെ കണ്ടപ്പോൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പക്ഷെ ഒരേ ഒരു കുട്ടി മാത്രം നിരാശയോടുകൂടി ഇരിക്കുകയാണ്. തൻ്റെ ആ ഒരു ചെടിച്ചട്ടിയിൽ മാത്രം ഒരു മുള പോലും വന്നിട്ടില്ല. ആ ഒരു ദുഃഖത്തോടു കൂടെ, നിരാശയോടു കൂടെ ആ കുട്ടി ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. സാർ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, നിനക്കെന്ത് പറ്റി, നിൻ്റെ പോട്ടിന് എന്ത് പറ്റി, എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി കിട്ടിയിട്ടുണ്ട്, അതിന് ഫ്ലവർ വന്നിട്ടുണ്ട്, നിനക്ക് മാത്രം എന്ത് പറ്റി മോനെ, നീ നന്നായിട്ട് വളമൊന്നും ഇട്ടില്ലേ, നീ എൻ്റെ വാക്ക് അനുസരിച്ചില്ലേ, കൃത്യമായിട്ട് എന്താണ് വെള്ളമൊന്നും കൊടുത്തില്ലേ എന്നൊക്കെ സാർ തിരക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ ഞാൻ എല്ലാം ചെയ്തു, രാവിലെയും രാത്രിയും ഒക്കെ അതിന് വെള്ളം നനയ്ക്കുന്നുണ്ടായിരുന്നു, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു, അതിന് വേണ്ടുന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, സൺലൈറ്റിലൊക്കെ കൊണ്ടുവച്ചു, ഒരു മാറ്റവും ഇല്ല സാർ, ഒരു മുള പോലും എൻ്റെ ചെടിച്ചട്ടിയിൽ വന്നിട്ടില്ല, എനിക്ക് ആകെപ്പാട് വിഷമാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ, ഞാൻ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. അപ്പോൾ സാർ അവനെ നോക്കി പറഞ്ഞു, അത് കറക്റ്റാണ്, നീ ശരിയായിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്തത്, അതുകൊണ്ടാണ് നിൻ്റെ പോട്ടിൽ ഒരു മുള പോലും വരാത്തത്. അവൻ ആകെപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താ സാർ ഇങ്ങനെ പറയുന്നേ? അപ്പോൾ സാർ പറഞ്ഞു, അതേ മോനെ, ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകളെല്ലാം റോസ്റ്റഡ് ആണ്, ഞാൻ അതിനെ വറുത്തിട്ടാണ് തന്നത്, ഒരിക്കലും അങ്ങനെ തീയിൽ വെച്ചിട്ട് വറുത്ത് എടുത്ത വിത്തുകളൊന്നും മുളയ്ക്കത്തില്ലല്ലോ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ 4 പേർക്കും മുള വന്നു, മാത്രമല്ല ഒരു നല്ല ഹെൽത്തി പ്ലാന്റ് മാത്രമല്ല, അതിൽ നല്ലൊരു ഫ്ലവറും വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചേ എന്ന് പറഞ്ഞ് സാർ ബാക്കി 4 പേരെ നോക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ ബാക്കി 4 പേരുടെ തലയും താഴാനായിട്ട് ഇടയായി കേട്ടോ. കാരണം അവരവിടെ കള്ളം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യസന്ധനായിട്ട് പെരുമാറിയ അത് ആ കുട്ടി മാത്രമായിരുന്നു. അവൻ്റെ കയ്യിൽ സാറ് ആ ഗിഫ്റ്റ് വെച്ചു കൊടുത്തു. അപ്പോൾ ഇതുപോലെ സത്യസന്ധത എപ്പോഴും വിലപ്പെട്ടതാണ്, അതായത് അതിന് മാത്രമായിരിക്കും വിലമതിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ആരാ നോക്കിയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ ആൻറ്റി, എവിടെ നിന്ന് വിളിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടില് ചേച്ചി, മക്കള്, മരുമക്കള്. ഓക്കെ, ഒരു ജോയിന്റ് ഫാമിലി ആണല്ലേ? ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ കേൾക്കാൻ പറ്റുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാറില്ലേ? ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണേ. അപ്പൊ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ന്യായപ്രമാണം കൂടാതെ നിർജീവമാകുന്നത് എന്താണ്? ഞാൻ ഒരു ന്യായപ്രമാണം ജീവിച്ചിരുന്നു. അല്ല ആൻറ്റി, ന്യായപ്രമാണം കൂടാതെ നിർജീവമാകുന്നത് എന്താണ്? ന്യായപ്രമാണം ഇല്ലെങ്കിൽ അത് നിർജീവമാണ്. ആ ഒരു കാര്യം എന്താണ്? ഒരു ജീവിക്കുകയും ഞാൻ മരിക്കും. അതെ അതെ, അപ്പൊ അതെന്താണ്? ഓക്കെ ആൻറ്റി, ശരി ഉത്തരമാണ്, പാപം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്:
ഞാൻ ഇച്ഛിക്കുന്നതല്ല പിന്നെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇച്ഛിക്കുന്നതല്ല പിന്നെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെന്താണ്? ഞാൻ ഇച്ഛിക്കുന്നതല്ല പിന്നെന്താണ് ചെയ്യുന്നത്? പകക്കുന്നതിൽ ചെയ്യുന്നു. ശരി ഉത്തരമാണ് ആൻറ്റി, വെറുക്കുന്നത്. ഓക്കെ, ഇത് ബൈബിളിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടാണ് വാക്കുകൾ മാറുന്നത്. സാരില്ല കേട്ടോ, വെറുക്കുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ശരി. അനുപേട്ട ആൻറ്റിക്ക് സാക്ഷി എന്തെങ്കിലും പറയാനുണ്ടോ? സാക്ഷ്യം ാണ് നമ്മുടെ വചനം വഴി ശരിക്കണം. അതിനു വേണ്ടി സമ്മതിച്ചിട്ടേക്ക് പ്രാർത്ഥനയ്ക്ക് ഞാൻ ഓക്കെ ഓക്കെ ആൻറ്റി, അതെ, എന്ത് കാര്യം നേടണമെങ്കിലും നമുക്ക് പ്രാർത്ഥനയിലൂടെ സാധ്യമാണ് എന്നുള്ളതാണ് അല്ലേ? ഓക്കെ ആൻറ്റി, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ ആൻറ്റി, നമുക്ക് അവസാനം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ടൈം തരാം കേട്ടോ. ഓക്കെ ആൻറ്റി, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നു എങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല പിന്നെ ആരാണ്? ശരി ഉത്തരാണ് കേട്ടോ, എന്നിൽ വസിക്കുന്ന പാപം. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. ചോദ്യത്തിലോട്ട് പോട്ടെ. ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എൻ്റെ പക്കൽ കാണുന്ന വേറെ പ്രമാണം എന്താണ്? ദൈവത്തിന്റെ ന്യായം രക്ഷിക്കുന്നു. അല്ല ആൻറ്റി, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ എൻ്റെ പക്കൽ കാണുന്ന വേറെ പ്രമാണം എന്താണ്? ഓക്കെ, എന്തോ എൻ്റെ അടുത്തുണ്ട്, അതെന്താണ്? അതെ, ഓക്കെ ആൻറ്റി, ശരി ഉത്തരാണ് കേട്ടോ. അപ്പൊ ആ ഒരു വചനം ഒന്നുകൂടെ ഒന്ന് പറയാവോ? തിന്മ ഓക്കെ ആൻറ്റി, ശരി ഉത്തരാണ്. തിന്മ എൻ്റെ പക്കലുണ്ട് എന്നത്. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണേ. ഓക്കെ, അപ്പൊ ആൻറ്റിക്ക് എന്താണ് ഇനി പറയാനുള്ളത്? പ്രാർത്ഥിക്കണം എന്നാണോ ആഗ്രഹം? അല്പവിശ്വാസം നിങ്ങളെ അറിയാൻ ഇത് പിടിക്കും ഇങ്ങനെ എന്ത് ഈ വകയൊക്കെ വ്യക്തികൾ അന്വേഷിക്കുന്നു. ഓക്കെ, സ്വതന്ത്രനായ ഇതൊക്കെ ആവശ്യം എന്നറിയുന്നു. മുമ്പേ അവന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നല്ലൊരു വചനമാണ് ആൻറ്റി. വളരെ എന്താണ് ഇഷ്ടമുള്ളൊരു വചനമാണ് കേട്ടോ എനിക്ക്. ഓക്കെ, അപ്പോൾ ആൻറ്റി ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കുക. വിളിച്ചതിൽ വളരെ സന്തോഷം ആൻറ്റി. മത്തായി 6:33 പാട്ട് പാടണ്ടേ? പാടിക്കോളൂ ആൻറ്റി. ശരി. അന്ത്യകാല സകല കൊയ്ത്തുകാല ആത്മാവിൽ അന്ത്യകാല സകല
കൊയ്ത്തുകാലത്ത് ആത്മാവിൽ തീ പോലെ അഗ്നിനാവായി കൊടും കാറ്റേ ആത്മനദിയെ വേണമേ തീ പോലെ അഗ്നിനാവായി കൊടും കാറ്റ വേണമേ ആത്മനദിയെ വേണമേ. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ ആൻറ്റി, നമ്മളെ ഇനിയും വിളിക്കണം, നമ്മുടെ പ്രോഗ്രാം കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ വിളിച്ചത് ഷെർലി ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷം വിളിച്ചതിൽ. ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ ഈ സാറ് ആ ഒരു 5ാമത്തെ കുട്ടിക്ക് പ്രൈസൊക്കെ കൊടുത്തു കേട്ടപ്പോൾ ബാക്കി കുട്ടികളെല്ലാം ഷോക്കായിപ്പോയി. കാരണം തങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് അവർക്ക് തന്നെ തോന്നി. തന്നെത്താൻ നാണക്കേടുണ്ടായി അവർക്ക്. കാരണം എന്താണ്, ഒരു കാര്യം ജയിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ കുറുക്ക് വഴി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ പാപവും നമ്മളെ അടുത്ത് നിന്ന് അറിയുന്ന ആ ദൈവത്തിന് മനസ്സിലാവും എപ്രകാരമാണ്, എത്രത്തോളം നീച കൃത്യമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ആയാലും, നമ്മൾ പട്ടിണി കിടന്നാലും മരിക്കേണ്ടി വന്നാൽ പോലും സത്യത്തെ വിട്ട് കളയരുത് എന്ന് വചനം പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു തന്നെ ആണെങ്കിലും എന്താണ്, ലാസ്റ്റ് നമുക്കറിയാം ക്രൂശിക്കപ്പെടാൻ നേരത്തെ ഓരോരുത്തരായിട്ട് ചോദിച്ചു, നീ ആരാണ്. അപ്പം യേശുവിന് തന്നെ രക്ഷപ്പെടാനായിട്ട് കഴിയുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കള്ളം പറയാനായിട്ട് യേശുവിന് സാധിക്കും. പക്ഷെ ഒരിക്കൽ പോലും അടിയെ ഭയന്നോ അല്ലെങ്കിൽ ചാട്ടവാറിനെ ഭയന്നോ ക്രൂശിനെ ഭയന്നോ അദ്ദേഹം എന്ത് ചെയ്തില്ല, സത്യത്തെ മറച്ചു വെച്ചില്ല. യേശു അപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ നിങ്ങളുടെ രക്ഷകനാണ് എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്, മരിക്കേണ്ടി വന്നാലും സത്യത്തെ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അന്തിമ വിജയം നമ്മൾക്ക് തന്നെ ആയിരിക്കും. അപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.